തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ 14 മണ്ഡലങ്ങൾ ഞാൻ വായിച്ചു തരാം. ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, വർക്കല, കാട്ടാക്കട. ഇതാണ് 14 മണ്ഡലങ്ങൾ. ആറ്റിങ്ങൽ മണ്ഡലമാണ് ആദ്യം വരുന്നത്. 6 താലൂക്കുകളിലായി, തിരുവനന്തപുരം ജില്ലയിലെ 6 താലൂക്കുകളിലായി വരുന്ന ഈ 14 മണ്ഡലങ്ങളിലായി ഏകദേശം 3000-ഓളം തെരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഈ പോളിംഗ് സ്റ്റേഷന്റെ കണക്കൊക്കെ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആ കണക്കുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വന്നതിന് ശേഷം പറയുന്നതാകുന്നില്ല. ഞാൻ ഈ 14 മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞത് എന്തിനാണ്? ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അടുത്ത് എത്തുന്നു. സ്ഥാനാർത്ഥികളെ നിർണയിച്ച് കഴിയുകയും ചെയ്തു. ഈ MLA മാർ, അതായത് സിറ്റിംഗ് MLA മാർ, CPM-ന്റെ സിറ്റിംഗ് MLA മാർ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിൽ OS അംബിക മത്സരിക്കുന്നുണ്ട്. നെടുമങ്ങാട് CPI-യുടെ സീറ്റാണ്, അവിടെ GR അനിൽ. അതുപോലെ ചിറയിൻകീഴ് CPI-യുടെ സീറ്റാണ്, അവിടെ V ശശി മത്സരിക്കുന്നു. വാമനപുരത്ത് DK മുരളി, അരുവിക്കരയിൽ G സ്റ്റീഫൻ, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, തിരുവനന്തപുരത്ത് ആന്റണി രാജു ആയിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹം ഈ ജനുവരി 5-ാം തീയതി അയോഗ്യനാക്കപ്പെട്ടു. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് അയോഗ്യനാക്കപ്പെട്ടു. അപ്പോൾ നേമത്ത് V ശിവൻകുട്ടി തന്നെ മത്സരിക്കും. പാറശാലയിൽ CK ഹരികുമാർ, കോവളത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഭഗത് റൂഫസ് ആയിരിക്കും മത്സരിക്കുക. ഇപ്പോൾ M വിൻസെന്റ് ആണ്, അവിടെ കോൺഗ്രസിനാണ് സീറ്റ്. നെയ്യാറ്റിൻകരയിൽ K അൻസലൻ, വർക്കലയിൽ V ജോയി, കാട്ടാക്കട IB സതീഷ്. ഇതാണ് ഈ ഒരു പട്ടിക, ഇടതുമുന്നണി ധാരണയായ പട്ടിക. ഇതിനകത്ത് കോൺഗ്രസ് ഒരു ലത്തീൻ കത്തോലിക്ക സമുദായ അംഗം ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് ആന്റണി രാജുവായിരുന്നു, തിരുവനന്തപുരം സെൻട്രൽ. ആ തിരുവനന്തപുരം സെൻട്രലിൽ കേരള കോൺഗ്രസിന് തന്നെ ആയിരിക്കുമെന്ന ഒരു അഭ്യൂഹമുണ്ട്. ഇനി തിരുവനന്തപുരം സെൻട്രലിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വരുമോ എന്ന് മുന്നണി തീരുമാനിച്ചിട്ടില്ല. അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എന്റെ സംശയം, നമ്മൾ ഇടതുമുന്നണിയെ കുറിച്ച് പറയുമ്പോൾ ഇടതുമുന്നണിയിലെ നേതാക്കളും പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വലിയ സഖാക്കളൊക്കെ തന്നെ ഇറാനിൽ ഖമേനിയ കൊല്ലപ്പെട്ടപ്പോൾ പ്രസ്താവന ഇറക്കി. എന്താണ്? അമേരിക്കയും ഇസ്രായേലും ഒക്കെ തെമ്മാടി രാഷ്ട്രം എന്ന് വരെ നമ്മൾ വിളിച്ചു. അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോഴെല്ലാം ശബ്ദമുയർത്തുന്നത് CPM ആണ്. ഇവൻ രാജ്യത്തെ പ്രധാനമന്ത്രി പോലും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതല്ല വേണ്ടത്, മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും ഉതകുന്ന തരം തീരുമാനമാണ് ഇന്ത്യ കൈക്കൊള്ളേണ്ടത് എന്ന നിലപാടെടുക്കുന്നത് CPM മാത്രമാണ്. പക്ഷേ മറ്റ് ജില്ലകളിലാകെ തന്നെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒപ്പം നിർത്തുന്നതിന് ഒരു പേരിനെങ്കിലും ഒരു കാൻഡിഡേറ്റ് മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഈ മുന്നണികൾക്ക് കൊടുത്ത സീറ്റുകളല്ലാതെ CPI-യുടെയോ ഇപ്പോ ഭഗത്ത് മത്സരിക്കാൻ പോകുന്ന കോവളത്തെയോ അല്ലെങ്കിൽ ചിറയിൻകീഴ്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളെയോ തിരുവനന്തപുരം സെൻട്രൽ 4 സീറ്റ് മാറ്റി നിർത്താം. മറ്റ് 10 ഇടങ്ങളുടെ അവസ്ഥ, 10 ഇടങ്ങളിലും സിറ്റിംഗ് MLA-മാർ തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഒരു ഇടതു മുന്നണിയിലെ ഒരു വലിയ പ്രമുഖനായ അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മുസ്ലിം സമുദായ അംഗത്തെ നിർത്താൻ എന്തുകൊണ്ട് CPM-ന് കഴിഞ്ഞില്ല എന്നത് വലിയ ചോദ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഏരിയ സെക്രട്ടറിമാര്, ലോക്കൽ സെക്രട്ടറിമാര്, അതുപോലെ ബ്രാഞ്ച് സെക്രട്ടറിമാര് തലത്തിലൊക്കെ തന്നെ ധാരാളം മുസ്ലിം സമുദായ അംഗങ്ങളുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായം തിരിഞ്ഞു നിന്നത് കൊണ്ടാണ് തോറ്റുപോയതെന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ പക്ഷത്തെ മറ്റ് ജില്ലകളിലൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. CPM ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി വന്നിട്ടില്ല, ചോർന്നു കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും CPM ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതല്ലേ? സാമുദായിക സൗഹാർദ്ദമോ അല്ലെങ്കിൽ സാമുദായിക പ്രീണനമോ മതപ്രീണനമോ അല്ല CPM-ന്റെ ലൈൻ എന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തിയാണ് ഞാൻ. എങ്കിലും മറ്റു ജില്ലകളിലൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം മതവിശ്വാസിയായ ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം മുസ്ലിം വോട്ടുള്ള, എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്നത് വലിയ സംശയമുളവാക്കുന്ന, ചോദ്യങ്ങൾ ഉണർത്തുന്ന ഒരു വസ്തുത തന്നെയാണ്.
ഇടതുമുന്നണി പുനർവിചിന്തനം ചെയ്യണം. ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം കേരള കോൺഗ്രസിൽ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു മുസ്ലിം നേതാവിനെ നിർത്തിയാൽ മതിയല്ലോ. നമുക്ക് ഇഷ്ടംപോലെ മുസ്ലിം നേതാക്കളുണ്ട്, പേരെടുത്ത് ഞാൻ ആരെയും പറയുന്നില്ല, എനിക്ക് അറിയാവുന്ന എത്രയോ ആളുകൾ. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന അവിടെ രാഷ്ട്രീയവും കഥയും കവിതയുമായി ഒക്കെ പത്രപ്രവർത്തനവുമായി ഒക്കെ നടന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം നേതാക്കളെയൊക്കെ. അങ്ങനെയുള്ള ഒരു നേതാവിനെങ്കിലും സീറ്റ് കിട്ടേണ്ടതല്ലേ എന്ന ന്യായമായ സംശയം ഞാൻ ഉന്നയിക്കുന്നുവെന്നേ ഉള്ളൂ. ഇത് തീർച്ചയായും പാർട്ടി പരിഗണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളല്ലാതെ പലസ്തീനിലും അല്ലെങ്കിൽ ഇറാനിലുമൊക്കെ നടക്കുന്ന ഈ വംശഹത്യയൊക്കെ നമ്മൾ എതിർക്കുന്നു, വിളിച്ചു പറയുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ, നമ്മുടെ കൂടെ നിർത്താൻ നമുക്കൊരു മനസ്സ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സ് കാണിക്കുക? മോദി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കില്ല പറഞ്ഞു നടക്കുന്നു, പൗരത്വ ബില്ല് കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു, ജാതീയ സമുദായ സംഘർഷങ്ങളും സ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ ആ ഐക്യം കാണിച്ചു കൊടുക്കണ്ടേ? അവർക്കിപ്പോൾ സീറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും CPM-ലുള്ള ആളുകളൊന്നും CPM-ൽ നിന്ന് വിട്ടുപോകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ അത് ആ ജില്ലയിലെ ആകെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് CPM-നോടും ഇടതുമുന്നണിയോടുമുള്ള കൂറ് ഇരട്ടിക്കുമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അത് വോട്ട് പെർസെന്റേജിനെയും കൂട്ടുമായിരുന്നു എന്നതിൽ ഒരു തർക്കവും വേണ്ട. പുനർവിചിന്തനത്തിന് എനിക്ക് തോന്നിയ ഒരു വാർത്ത, ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയതിൽ ഇതുവരെ ഒരാളും അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രശ്നം പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇനി അതിന് എനിക്ക് നേരെ ഇങ്ങനെ കൂടുതൽ വിമർശനമൊന്നും വേണ്ട. ഒന്ന് പുനഃപരിശോധിക്കാവുന്ന സംഭവം തന്നെയാണ്. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ.